ഇന്ന് ഉത്രാടം. വീടും പരിസരവും അടിച്ചു തളിച്ച് വൃത്തിയാക്കിയിടേണ്ട ദിവസം. പാർത്ഥനും സ്വത്തുമാമനും ചാണകവെള്ളം തളിച്ച് മുറ്റവും പരിസരവും വൃത്തിയാക്കുന്നു. വിഷ്ണുവും ഇന്ദുലേഖയും ഹിപ്പാച്ചിക്ക് സ്വത്തുമാമനും മാളൂട്ടയുമാണ്. കണ്ണകി ഉണ്ണിയാർച്ചയും അവർക്ക് കണ്ണിച്ചിറ്റയും ഉണ്ണിച്ചിറ്റയുമാണ്. ചിറ്റാരും ചിന്മയും പൂക്കൾ പറിക്കുന്നു. ഹിരണ്യയും മാളൂട്ടയും ഈട്ടിപ്പൂക്കൾ എറുത്തുകൂട്ടുന്നു. മുത്തശ്ശൻ പൂത്തറമെഴുകുന്നു. മുത്തശ്ശിയും ശംഖുവും അടുക്കളയിൽ ഒളിച്ചു. എല്ലാവരോടൊപ്പമാണ് ഇന്ന് പൂക്കളം ഇടുന്നതെന്ന് ചിന്മയി പ്രഖ്യാപിച്ചു. തേക്കിലെ കുമ്പിൾ കുത്തിക്കൊണ്ട് പൂക്കൾ എറുത്തു തുടങ്ങി. 10 നാൾ കൊണ്ട് എത്രയെത്ര ചെടികളെയാണ് കുട്ടികൾ തൊട്ടറിയുന്നത്. എത്രയെത്ര അനുഭവങ്ങളാണ് അവർക്കുണ്ടാകുന്നത്. എത്ര ജീവിത പാഠങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. കുഞ്ഞു പൂക്കൾ എറുത്തെടുക്കാനുള്ള ശ്രദ്ധയും ക്ഷമയും ഏകാഗ്രതയും ജീവിത പാഠങ്ങളാണ്. മുള്ളുകൊള്ളാതെ മുൾച്ചെടികളിൽ നിന്ന് പൂക്കൾ നുള്ളുമ്പോഴുള്ള ശ്രദ്ധയും കരുതലും ജീവിതപാഠം തന്നെയാണ്. മുത്തച്ഛൻ വരച്ച വരയിലൂടെ കൊങ്ങിണിപ്പൂക്കൾ പതിഞ്ഞ താളത്തിലൊഴുകി. അത് 6 ഇതളുകളുള്ള ഒരു പൂവായി വിരിഞ്ഞു വന്നു. കനകാംബരം, 10 മണിപ്പൂ എന്നിവ കൊണ്ട് വീതിയുള്ള ഒരു കരയുണ്ടാക്കി. കുരൂരൂന്നുള്ള ചന്ദന നിറമുള്ള പൂക്കൾ പതിപ്പിച്ച് ചെങ്കല്ല് നിറമുള്ള ഡലങ്ങളെ കൂടുതൽ സുന്ദരമാക്കി. മനുഷ്യർ മാത്രമുള്ള ലോകമല്ല നമ്മൾ വിഭാവനം ചെയ്യേണ്ടതെന്ന ജീവിതപാഠമാണ് ഭൂമിയുടെ അവകാശികളെ അറിയുമ്പോൾ കിട്ടുന്നത്. കരിഞ്ഞുണങ്ങിയ കൃഷ്ണകിരീടം, പൂക്കാനാവതില്ലാതെ വാടിത്തളർന്ന മേന്തോന്നി, തളിർക്കാനാകാതെ പൂക്കാനാകാതെ മുരടിച്ച തൊട്ടാവാടി, കണ്ടാരക്കുത്തി, ചെന്തുമ്പ, നീലക്കൊങ്ങിണി, ചിറ്റരത്ത, ആടലോടകം, വെള്ളക്കൊങ്ങിണി ഒക്കെ എല്ലാവരെയും വിഷമിപ്പിച്ചിരുന്നു. എങ്കിലും ഇത്രയും ദിവസങ്ങൾ കൊണ്ട് 42 തരം പൂക്കളിട്ടു കളത്തിൽ. ഇടുക്കിയുടെ ആചാരപ്രകാരം ഉത്രാടത്തിന് പൂക്കളമിടിയിൽ കഴിയും. തിരുവോണത്തിന് പുലരും മുമ്പ് പൂക്കളത്തിലെ പൂ മാറ്റണം. തുമ്പയും തുളസിയും മുക്കുറ്റിയും മാത്രം ചാർത്തി നിർത്തണം. പ്രധാന പൂക്കളത്തിൻ്റെ ഇടത്തും വലത്തും ചെറുപൂക്കളങ്ങൾ. പടിക്കൽ പൂക്കുട ചൂടിയ 2 പുതിയ പൂക്കളങ്ങൾ മാവേലിയെ എതിരേൽക്കാൻ ഒരുങ്ങി നിന്നു. പൂവിന് നടുക്ക് മൺപീഠത്തിന് മുകളിൽ ഒരു കുളം. ആമ്പലും നെയ്യാമ്പലും വിടർന്നു നിൽക്കുന്ന കുളം. ഓണമോ അത്തക്കളങ്ങളോ കാണാതെ ബാല്യകൗമാരങ്ങൾ കടന്നു വന്ന ഗൗതമിൻ്റെയും പൂക്കളിടാൻ പൂവില്ലമ്മേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബാല്യം കടന്നു വന്ന ഉണ്ണിയാർച്ചയുടെയും കണ്ണകിയുടെയും പഴയ കാലങ്ങൾ ഓരോ തുള്ളി വെള്ളത്തിൽ നിഴലിക്കുന്നത് മുത്തച്ഛനും മുത്തശ്ശിയും കാണുന്നുണ്ട്. പൂക്കളത്തിലെ ആമ്പൽക്കുളം അതിൻ്റെ ഓർമ്മയാണ്. പാറക്കല്ല് നിറഞ്ഞ മരിച്ച മണ്ണിനെ ജനിപ്പിച്ച ഓർമ്മ. ജീവനുള്ള മണ്ണിൽ വനം വളർന്ന ഓർമ്മ. വനം കുതിർന്ന് ഉറവ കിനിഞ്ഞ ഓർമ്മ. ഉറവ ഊറിയെത്തി ചിറ നിറച്ച ഓർമ്മ. ഉത്രാടത്തിന് പാണൻ വരണം, പാട്ടുപാടണം, ശീപോതിപ്പാട്ട്. ഇരുട്ട് നീക്കി ഐശ്വര്യത്തിൻ്റെ പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാൻ പാണൻ പാടണം. ONV വർഷങ്ങൾക്ക് മുമ്പ് പാണനെ കൊണ്ട് പാടിച്ച പാട്ടും കേട്ട് തിരുവോണത്തിനായി ഉത്രാടപ്പാച്ചിൽ പായാം നമുക്ക്. പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും, പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും. പാതിരയിൽ കാക്കയുണർന്നു നിലാത്തെളി കണ്ടു കരഞ്ഞതുമാതിരി, വന്നെത്താ പുലരിയെ വാഴ്ത്തി പാടണമെന്നോ. പൂവില്ലാത്തൊടികളിൽ നീളെ പൂപ്പൊലി പാടണമെന്നോ, പ്രാവില്ലാ മുറ്റത്തരിമണി ചിതറി വിളിക്കണമോ. ഇല്ലാത്തൊരു മാവിൻ കൊമ്പത്തൂഞ്ഞാല് കെട്ടണമോ,
നീർവറ്റിയ പുഴയിൽ പാടി തോണി കളിക്കണമോ? പെയ്യാത്തൊരു മുകിലിനൊടിനിയും പായാരം പറയണമോ? തുയിൽ നാട്യം കൊള്ളുന്നവരെ തുടികൊട്ടിയുണർത്തണമോ?